ദൈവത്തിനു വേണ്ടി എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിൽ നിന്ന് ഭൗതികമായ അനുഗ്രഹങ്ങളല്ല, മറിച്ച് ആത്മീയ നന്മകളാണ് പ്രതീക്ഷിക്കേണ്ടത്. ദൈവത്തിനായി പ്രവർത്തിക്കുമ്പോൾ ദൈവം ഭൗതിക നന്മകളാൽ നമ്മെ നിറയ്ക്കുമായിരുന്നെങ്കിൽ യേശുവിൻ്റെ ശിഷ്യന്മാർ എത്രമാത്രം അനുഗ്രഹങ്ങൾ പ്രാപിച്ചിരിക്കും. ഭൗതിക നേട്ടങ്ങൾ പ്രതീക്ഷിച്ചായിരിക്കാം യൂദാസ് യേശുവിനെ അനുഗമിച്ചത്. അതുകൊണ്ടാണല്ലോ 3.5 വർഷം യേശുവിനോടൊപ്പം സഞ്ചരിച്ചിട്ടും ഒടുവിൽ 30 വെള്ളിക്കാശിനായി അവൻ യേശുവിനെ വഞ്ചിച്ചത്. എന്നാൽ മറിയ യേശുവിൽ നിന്ന് ഭൗതികമായ അനുഗ്രഹങ്ങൾ പ്രതീക്ഷിച്ചിരിക്കില്ല. അതിനാലാണല്ലോ അവൾ 300 വെള്ളിക്കാശ് വിലയുള്ള പരിമള തൈലം എടുത്ത് യേശുവിൻ്റെ കാലിൽ പൂശിയത്. പ്രിയരെ, സന്തോഷത്തിനു വേണ്ടിയാണ് ലോകം അനുഗ്രഹങ്ങളുടെ പിന്നാലെ പോകുന്നത്. പക്ഷേ സമൃദ്ധിയുടെ മധ്യത്തിലും ഇന്ന് അനേകർ അസ്വസ്ഥരാണ്. എന്നാൽ ക്രിസ്തു ശിഷ്യന്മാർ ഇല്ലായ്മയുടെയും ക്ലേശങ്ങളുടെയും മധ്യത്തിലും ആനന്ദവും സന്തോഷവും പ്രാപിച്ചിരുന്നു. ആകയാൽ ഇനി സ്വർഗീയ നിക്ഷേപം വർദ്ധിപ്പിക്കണമെന്ന ലക്ഷ്യത്തോടെ നമുക്ക് യേശുവിനായി പ്രവർത്തിക്കാം. എന്തെന്നാൽ നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല, നിത്യജീവങ്കിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ടു തന്നെ പ്രവർത്തിപ്പിൻ. യോഹന്നാൻ 6:27 എന്നല്ലേ കർത്താവ് നമ്മോട് കൽപ്പിച്ചിരിക്കുന്നത്.